നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ഒരു പടനായകൻ്റെ ആവശ്യമുണ്ട്. അവരുടെ ഏറ്റവും മികച്ച പടനായകനായ MS ധോണിക്ക് ആ ഒരു പൊസിഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ അവിടേക്കൊരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. അതിപ്പോൾ എല്ലാവരും പറയുന്ന പേരെന്ന് പറയുന്നത് സഞ്ജു സാംസണാണ്. സഞ്ജു സാംസണെ CSKയുടെ നായകൻ പദവിയിലേക്ക്, അതായത് ക്യാപ്റ്റൻസി പദവിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ എല്ലാ ആരാധകരും പറയുന്നത്. കൂടാതെ CSKയുടെ ഫേസാക്കി മാറാനുള്ള എല്ലാ ഇതും സഞ്ജുവിനുണ്ടെന്നും ആരാധകർ പറയുന്നുണ്ട്. സോ എന്തായാലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരു ട്രാൻസ്ഫറൊക്കെ വഴി കൊണ്ടുവരാനാണ് പറയുന്നത്. എന്തായാലും ഒന്നാമത്തെ കാര്യം സഞ്ജു സമ്മതിക്കണം, അതുപോലെ തന്നെ രാജസ്ഥാൻ മാനേജ്മെൻറ്റ് സമ്മതിക്കണം. സോ ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രാജസ്ഥാൻ്റെ ആ ഒരു ഫാൻ വാല്യൂ കുറച്ചുകൂടെ കൂടിയത് സഞ്ജു കാരണമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഭയങ്കരമായി ഡൗണായി നിൽക്കുന്ന സമയത്താണ് സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നതും അവർക്ക് വീണ്ടും ഒരു വലിയ രീതിയിലുള്ളൊരു ഫാൻ വാല്യൂ ഉയർന്നു വരുന്നതും. സോ എന്തായാലും സഞ്ജുവിനെ അങ്ങനെ എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെ എടുത്ത് കളയാൻ ആരാധകരാണ് പറയുന്നത് സഞ്ജുവിന് വേണ്ട വിധത്തിലുള്ള പരിഗണന രാജസ്ഥാൻ നൽകുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് രാജസ്ഥാൻ എല്ലാ വിധത്തിലുള്ള പരിഗണനയും സഞ്ജു സാംസൺ നൽകുന്നുണ്ട്, എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് ആരാധകർ പറയുന്നത് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് CSKയിലേക്ക് പോകണം, CSKയുടെ ക്യാപ്റ്റൻ ആവണമെന്നൊക്കെ. എന്തായാലും നേരത്തെ CSK ഇതിന് എന്താ പറയുക, ഒരു വൈസ് ക്യാപ്റ്റൻ പദവിയൊക്കെ ഓഫർ ചെയ്തിരുന്നു എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്ത വീട്ടിൽ കാണുന്നവർ, അതായത് ട്രാൻസ്ഫറായിട്ട് സഞ്ജു സാംസൺ മറ്റ് ടീമുകളിലേക്ക് പോകണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നത് ഗുഡ് ബൈ.